സിനിമയിൽ 90% ആളുകളും റിജക്റ്റ് ആവുന്നത് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഈ ക്യാമറ ടെക്നിക്സ് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വേർച്ചു നിർത്തുന്ന 5 പ്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ദ വൺ ഐ റൂൾ. ക്ലോസപ്പിൽ ക്വാക്ടറുടെ 2 കണ്ണുകളിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കരുത്. ക്യാമറയോട് ചേർന്നുള്ള ഒരൊറ്റ കണ്ണിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുക. അത് നിങ്ങളുടെ നോട്ടത്തിന് വല്ലാത്തൊരു പവർ കൊടുക്കും. റെസ്പെക്റ്റ് കണ്ടിന്യൂറ്റി. വൈഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ചായ കുടിച്ചതെങ്കിൽ ക്ലോസപ്പിലും ആ സെയിം കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആക്ഷൻ കണ്ടിന്യൂറ്റി നമ്മൾ തെറ്റിക്കാനൊന്നും പാടില്ല. ആക്ടിങ് ഫോർ ദ ഫ്രെയിം. ടൈറ്റ് ക്ലോസപ്പിൽ തല വല്ലാതെ ഇങ്ങനെ വെട്ടിക്കാതെ കണ്ണിൻ്റെ ചലനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പെർഫോം ചെയ്താൽ മതി. ലെസ് ഈസ് ഓൾവേസ് മോർ. ദ ആർട്ട് ഓഫ് ലിസണിങ്. ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പോൾ ക്വയറ്റർ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ടോ, പലപ്പോഴും സീനിൻ്റെ ഒരു ലൈഫ് ഇരിക്കുന്നത് ആ റിയാക്ഷനിലാണ്. ഹിറ്റിംഗ് ദ മാർക്ക്. താഴെ നോക്കാതെ മാർക്കിൽ നിൽക്കാൻ നമ്മൾ റിഹേഴ്സൽ സമയത്ത് മാർക്കിൽ നിന്ന് ഒരു പിന്നോട്ട് നടന്നിങ്ങനെ ചുവടുകൾ എണ്ണി നോക്കുക. ടേക്ക് പോകുമ്പോൾ ആ എണ്ണത്തിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്കിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഓർക്കുക, ആക്ടിങ് ഒരു കല മാത്രമല്ല, അതൊരു ടെക്നിക്കൽ സ്കില്ല് കൂടിയാണ്. സിനിമയിൽ 90% ആളുകളും റിജക്റ്റ് ആവുന്നത് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഈ ക്യാമറ ടെക്നിക്സ് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വേർച്ചു നിർത്തുന്ന 5 പ്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ദ വൺ ഐ റൂൾ. ക്ലോസപ്പിൽ ക്വാക്ടറുടെ 2 കണ്ണുകളിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കരുത്. ക്യാമറയോട് ചേർന്നുള്ള ഒരൊറ്റ കണ്ണിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുക. അത് നിങ്ങളുടെ നോട്ടത്തിന് വല്ലാത്തൊരു പവർ കൊടുക്കും. റെസ്പെക്റ്റ് കണ്ടിന്യൂറ്റി. വൈഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ചായ കുടിച്ചതെങ്കിൽ ക്ലോസപ്പിലും ആ സെയിം കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആക്ഷൻ കണ്ടിന്യൂറ്റി നമ്മൾ തെറ്റിക്കാനൊന്നും പാടില്ല. ആക്ടിങ് ഫോർ ദ ഫ്രെയിം. ടൈറ്റ് ക്ലോസപ്പിൽ തല വല്ലാതെ ഇങ്ങനെ വെട്ടിക്കാതെ കണ്ണിൻ്റെ ചലനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പെർഫോം ചെയ്താൽ മതി. ലെസ് ഈസ് ഓൾവേസ് മോർ. ദ ആർട്ട് ഓഫ് ലിസണിങ്. ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പോൾ ക്വയറ്റർ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ടോ, പലപ്പോഴും സീനിൻ്റെ ഒരു ലൈഫ് ഇരിക്കുന്നത് ആ റിയാക്ഷനിലാണ്. ഹിറ്റിംഗ് ദ മാർക്ക്. താഴെ നോക്കാതെ മാർക്കിൽ നിൽക്കാൻ നമ്മൾ റിഹേഴ്സൽ സമയത്ത് മാർക്കിൽ നിന്ന് ഒരു പിന്നോട്ട് നടന്നിങ്ങനെ ചുവടുകൾ എണ്ണി നോക്കുക. ടേക്ക് പോകുമ്പോൾ ആ എണ്ണത്തിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്കിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഓർക്കുക, ആക്ടിങ് ഒരു കല മാത്രമല്ല, അതൊരു ടെക്നിക്കൽ സ്കില്ല് കൂടിയാണ്.